അപ്പോൾ ബെച്ചർ ഡിസീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇൻഫ്ലമേഷൻ ഓഫ് ബ്ലഡ് വെസലാണ്. ഇൻഫ്ലമേഷൻ ബ്ലഡ് വെസൽ. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റേ ഓറൽ അൾസേഴ്സ് സംഭവങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ബെച്ചർ ഡിസീസിൽ നിന്ന് ശരിക്കും ഇൻഫ്ലമേഷൻ ഓഫ് ബ്ലഡ് വെസൽസാണ് ഉണ്ടാകുന്നത്. ഈ അസുഖമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു എൻഡോത്തീലിയൽ ഇഞ്ചുറി വന്നാൽ, എന്തെങ്കിലും ഒരു എൻഡോത്തീലിയൽ ഇഞ്ചുറി വന്നാൽ അത് എംബോളയിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബെച്ചർ ഡിസീസ് ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ റിസ്ക് ഫാക്ടർ പഠിക്കാനെങ്കിൽ കൊറിയോകാർസിനോമ മാത്രം ഓർത്തിരുന്നാൽ മതി. കാരണം വെച്ചാൽ ഫീമെയിൽ, 30 years, OCPs, പ്രഗ്നൻസി, ലെഗ് പാരാലിസിസ് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. കാല് അനക്കാതെ വെക്കുമ്പോൾ അവിടെ എംബോള ഉണ്ടായിട്ട് വരുന്നത്. മോസ്റ്റ് കോമൺ കോസ് ഏതാണ്? DVT ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ പത്തോളജി. ഇതിൻ്റെ പത്തോളജി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമുക്കൊരു വെൻറ്റിലേഷൻ ആൻഡ് പെർഫ്യൂഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഈ ലങ് വോളിയൂംസും ലങ് കപ്പാസിറ്റീസും പറഞ്ഞ മാതിരി തന്നെ ഈ വെൻറ്റിലേഷൻ പെർഫ്യൂഷൻ്റെ റേഷ്യോ ഒരു ഡിസീസിൻ്റെ സിവിയാരിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് വെൻറ്റിലേഷൻ? വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇൻ ആൽവിയോളൈ, അതാണ് വെൻറ്റിലേഷൻ. പെർഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ പ്ലസ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ RBC, അതാണ് വെൻറ്റിലേഷൻ. ഇതാണ് പെർഫ്യൂഷൻ. അതായത് പെർഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RBC ഓക്സിജനുമായി കൂടി ചേർന്ന ആ ഒരു പ്രക്രിയയൊക്കെയാണ് പെർഫ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വെൻറ്റിലേഷൻ പെർഫ്യൂഷൻ റേഷ്യോ മസ്റ്റ് ബി 1 ആവണം. എങ്ങനെ 1 ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലങ്സിൽ ആൽവിയോളയിൽ 3 ഓക്സിജൻ വന്നാൽ ആ 3 ഓക്സിജനും ഇതുമായിട്ട് കൂടിച്ചേരണം. മനസ്സിലായോ? അതാണ് ഈ വെൻറ്റിലേഷൻ പെർഫ്യൂഷൻ റേഷ്യോ അത് വന്നത്. V/P = 1. അപ്പോൾ നമുക്ക് COPD പോലുള്ള കേസുകളിൽ നമുക്ക് വെൻറ്റിലേഷൻ കുറവായിരിക്കും. വെൻറ്റിലേഷൻ കുറയും. കാരണം എന്താണ്? ഒബ്സ്ട്രക്ഷനാണ്. ഇവിടെയൊക്കെ ഒബ്സ്ട്രക്ഷനാണ്. ആൽവിയോളയിലേക്ക് ശരിക്കും ഓക്സിജൻ എത്തുന്നില്ല. പക്ഷേ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ എത്ര വരുന്നോ അതനുസരിച്ചിട്ട് ഇവിടെ പെർഫ്യൂഷൻ നടക്കും. പക്ഷേ ഇവിടെ വെൻറ്റിലേഷൻ കുറവാണ്. അപ്പോൾ വെൻറ്റിലേഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വെൻറ്റിലേഷൻ പെർഫ്യൂഷൻ വാല്യൂ വിൽ ബി ലെസ് ദാൻ 1. അതേസമയം പൾമണറി എംബോളിസം, അതുപോലെ പൾസസ് ആൾട്ടറൻസ്, ഹാർട്ടിൻ്റെ ഓരോ കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ പൾസസ് ആൾട്ടറൻസ് ആൻഡ് ലോസ് ഓഫ് കാപ്പിലറി ബെഡിൻ്റെ എന്തെങ്കിലും ഫങ്ഷൻ പ്രശ്നങ്ങൾ, അതായത് പൾസസ് ആൾട്ടറൻസ്, എംബോളിസം ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വെൻറ്റിലേഷൻ കറക്റ്റ് ആയിരിക്കും, പക്ഷേ പെർഫ്യൂഷൻ കുറയുമ്പോൾ ദ വാല്യൂ വിൽ ബി മോർ ദാൻ 1. അപ്പോൾ ഈ ഒരു സംഭവം പൾമണറി എംബോളിസത്തിൽ നടക്കുന്നുണ്ട്. അതാണ് പൾമണറി എംബോളിസത്തിൽ നടക്കുന്നത്. നമുക്ക് പെർഫ്യൂഷൻ കുറയും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 70% കേസസും അസിംറ്റമാറ്റിക് ആണ്. 70% കേസസും അസിംറ്റമാറ്റിക് ആണ്. സിംറ്റമാറ്റിക് ആവുന്നതിൻ്റെ ഫസ്റ്റ് കോമൺ സിംറ്റം വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് കോമൺ സിംറ്റം കാണിക്കുമ്പോൾ വരുന്നത് സഡൻ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. ഓക്കെ, 70% അസിംറ്റമാറ്റിക് ആണ്. സിംറ്റം വരികയാണെങ്കിൽ മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറഞ്ഞാൽ സഡൻ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആണ്. ഓക്കെ, ദെൻ പിന്നെ മറ്റുള്ള സിംറ്റംസ് മറ്റുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ട്രയാഡുണ്ട്. പൾമണറി എംബോളിസത്തിനൊരു ട്രയാഡുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ സഡൻ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്നിയ എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രയാഡിൽ വരുന്നത് ഹീമോപ്റ്റൈസിസ് ആണ്. ആൻഡ് തേർഡ് സിംറ്റം ഈസ് പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ ആണ് അതിൻ്റെ മൂന്നാമത്തെ ട്രയാഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രയാഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പൾമണറി എംബോളിസത്തിൽ നമുക്ക് വരുന്ന 3 ട്രയാഡ് ഓഫ് സിംറ്റംസ് ആണിത്. സഡൻ ഓൺസെറ്റ് ഓഫ് ദ ബ്രെത്ത്, സഡൻ ഷോർട്ട്നെസ് ഓഫ് ദ ബ്രെത്ത് അല്ലെങ്കിൽ ഡിസ്നിയ അറ്റ് റെസ്റ്റ് എന്നും പറയാം.
പെട്ടെന്ന് നമ്മൾ വെറുതെ റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടും. അങ്ങനെയാണ് ശരിക്കും അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിസ്നിയ സഡൻലി അറ്റ് റെസ്റ്റ് അങ്ങനെയും പറയും. പിന്നെ ഹീമോപ്റ്റൈസ്, പിന്നെ പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ. അപ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനി ഇതിൻ്റെ എന്താ പറയുക, മറ്റുള്ളത് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ടാക്കികാർഡിയ, ഹൈപ്പോ ടെൻഷൻ, റേസ്ഡ് ജുഗുലാർ വീനസ് പ്രഷർ, പ്ലൂറൽ റബ്ബ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് ഓർത്തിരിക്കുന്നത് ഈ 3 സിംറ്റംസാണ്. പിന്നെ ഇതിൽ വരുന്നത് ഇതിൻ്റെ എക്സ്റേ ഫൈൻഡിങ്സ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ എക്സ്റേ ഫൈൻഡിങ്സ് ഓഫ് പൾമണറി എംബോളിസം. ചെസ്റ്റ് എക്സ്റേയിൽ നമുക്ക് കാണാൻ പോകുന്ന 4 സൈൻസ് ഉണ്ട്. ഒന്ന് വെസ്റ്റർമാർക്ക് സൈൻ. Second is Pallas sign. Third one is Hampton's hump. And fourth one is McConnell sign. വെസ്റ്റർമാർക്ക് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾമണറി വെസൽസ് ഉണ്ടല്ലോ, പൾമണറി വെസൽസ് ഡയലേറ്റ് ചെയ്യും ഡിസ്റ്റൽ ടു ദ എംബോളൈ. എവിടെയാണോ എംബോള ഉള്ളത് ആ എംബോളയുടെ അടുത്തുള്ള പൾമണറി വെസൽസ് ഡയലേറ്റ് ആവും. എന്നിട്ട് ഈ പൾമണറി വെസൽസ് കൊളാപ്സ് ആയി പോകും. അത് ചെസ്റ്റ് എക്സ്റേയിൽ കാണിക്കുന്നതിന് പറയുന്ന പേരാണ് വെസ്റ്റർമാർക്ക് സൈൻ. ഓക്കെ. പിന്നുള്ളത് പല്ലാസ് സൈൻ. അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ, ഞാൻ അതിനെക്കുറിച്ച് റെഫർ ചെയ്തിട്ടില്ല. ഇത് രണ്ടുമാണ് മെയിൻ സൈൻസ് കേട്ടോ, വെസ്റ്റർമാർക്കും ഹാംപ്ടൺസ് ഹമ്പും. പല്ലാസും മക്കോണൽസും സൈനും അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. പിന്നെ ഹാംപ്ടൺസ്